So we see these two things in man whom he created at the beginning. ആരംഭത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തന്നോടുകൂടി ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോകത്തിലെ ദൈവൻ മനുഷ്യനെ സൃഷ്ടിച്ച പൊഴുது இந்த இரண்டு காரியங்களும் அவனுக்கு இருந்ததாக காண்கிறோம். First man was created in the own image of God and likeness of God. ഒന്നാമത് മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശ്യപ്രകാരവുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. முதலாம் மனிதன் தேவனுடைய சாயலிலும் சொரூபத்தின்படியும் உண்டாக்கப்பட்டான். Then we see that in verse 28, Genesis 1:28, he was given dominion over the fish of the sea and over the fowl of the air and over every living thing that moved upon the earth. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും മനുഷ്യന് വാഴ്ച കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. ആദിയാഗമം 1-ാം അധ്യായം 28-ാം വചനത്തിൽ സമുദ്രത്തിൻ മത്സ്യങ്ങളിന്മേലും ആകാശത്തെ പറവകളിന്മേലും ഭൂമിയിലെ നടമാടുന്ന സകല ജീവജന്തുക്കളിന്മേലും ദൈവൻ അവർക്ക് ആളുകை കൊടുത്തதாக കാണുന്നു. So we see that this was the state of man at the beginning. ഇതായിരുന്നു ആരംഭത്തിൽ മനുഷ്യന്റെ അവസ്ഥ. ഇതാണ് മനുഷ്യന്റെ ആരംഭകാല നിലവാരം. Now they were doing well under the reign of Ehud, the judge Ehud. ഏഹൂദ് എന്ന ന്യായാധിപന്റെ കാലമൊക്കെയും അവർ ശുദ്ധമായിരുന്നു. ഏഹൂദ് അവർക്ക് ന്യായാധിപതിയായി ഇരുന്ന കാലമെല്ലാം അവർ നന്നാകவே இருந்தார்கள். But finally when he died, they went away from God's commandments and went away from God. എന്നാൽ താൻ മരിച്ചതിന് ശേഷം അവർ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നും അത് നിമിത്തം ദൈവത്തിൽ നിന്നും വളരെ അകന്നു പോയി. അവർ മരിച്ച പിൻപോ അവർക്ക് ദൈവനെ വിട്ടും അവരുടെ കൽപ്പനകളെ വിട്ടും വെகு ദൂരமாக വിലകി പോனார்கள். Now these things also relate to man's life today. Not only man, but it also relates to our lives. ഇത് ഇന്നത്തെ കാലത്തെ മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യരുമായിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ വാഴ്ചയോട് തുടർബ് കൊണ്ടിരിക്കുന്നത് അവരോട് മാത്രമല്ല നമ്മുടെ വാഴ്ചയോട് തുടർബുള്ളதாக இருக்குது. What you're going to hear is speaking about you and I too. ഇവിടെ നാം വായിക്കുന്നത് നിങ്ങളെയും എന്നെയും കുറിച്ച് കൂടിയാണ്. ഇങ്ങനെ വാസിക്കുന്ന കാര്യങ്ങൾ അത് ഉങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. Right. So what happened when they went away from God's did not do God's commandments and went far away from God? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്ക് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടാமல் ദൈവനെ വിട്ട് വെகு ദൂരமாக വിലകി പോയപ്പോൾ என்ன നേരിട്ടത്? Now look at Judges chapter 4 verse 2, and the Lord sold them into the hand of Jabin king of Canaan. ന്യായാധിപന്മാർ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കനാന്യ രാജാവായി യാബീന് ദൈവം അവരെ വിറ്റുകളഞ്ഞു. 4-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്തർ അവരെ അശ്ശൂരിൽ ആളുകളെ യാബീൻ എന്ന കാനാന്യരുടെ രാജാവിന്റെ കയ്യിലേക്ക് വിറ്റുപോട്ടാൻ. So going back to the first man who God created, ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യനിലേക്ക് മടങ്ങി പോകുമ്പോൾ ദൈവം ഉണ്ടാക്കിയ മുതലാം മനുഷ്യർക്ക് നേരാக നാം ശ്രമിക്കുന്നു. now the name Jabin means wise. ഇവിടെ ജാബിൻ the wise ജാബിൻ എന്ന പദത്തിന്റെ അർത്ഥം ജ്ഞാനി എന്നാണ്. യാബീൻ എന്നതാണ് പേർക്ക് അർത്ഥം ജ്ഞാനി. So what happened to man who was having the image and likeness of God, who was having the fellowship with God, who was having eternal life? ദൈവത്തിന്റെ സ്വരൂപവും സദൃശ്യവും ഉണ്ടായിരുന്ന, ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്ന, നിത്യജീവൻ ഉണ്ടായിരുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു? ദേവനോട് കൂടെയാണ് ഐക്യം വരുന്നതാണ്, നിത്യജീവൻ എന്നതാണ്, ദൈവത്തിന്റെ സായലും സ്വരൂപം വരുന്നതാണ്. മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നത്? Satan came into the garden, so with his wisdom, or you can say with his subtlety, he deceived man. സാത്താൻ ആ തോട്ടത്തിലേക്ക് കടന്നു വരികയും അവന്റെ ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അവന്റെ വഞ്ചന കൊണ്ട് മനുഷ്യനെ ചതിക്കുകയും ചെയ്തു. സാത്താൻ തോട്ടത്തുക്കുള്ളിൽ കടന്നു വന്നാൽ അവൻ തമ്മുടെ ജ്ഞാനത്തിനാലെ അതിനാൽ സാത്താനുடைய തന്ത്രങ്ങളിലെ சொல்லலாம் அந்த தந்திரங்களினாலே அவன் மனிதனை ஏமாற்றி போட்டான். He spoke his lie contrary to what God commanded man to do. മനുഷ്യൻ അനുഷ്ഠിക്കുവാൻ ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായി അവൻ ഭോഷ്ക് പറയുകയും தேவன் மனிதனுக்கு கட்டளையிட்டதான காரியங்களுக்கு விரோதமான பொய் அவன் பேசுகிறான். And then man Eve was beguiled
and by the lie of Satan, and she disobeyed God's commandment. സാത്താന്റെ ഭോഷ്കിനാൽ ഹവ്വ വഞ്ചിക്കപ്പെടുകയും ദൈവത്തിന്റെ കൽപ്പനയെ അവൾ ലംഘിക്കുകയും ചെയ്തു. சாத்தானுடைய அந்த பொய்யினாலே ஏவாள் வஞ்சிக்கப்பட்டால் தேவனுடைய கட்டளை மீறினார்கள். Likewise, Adam, both of them were deceived by that deceitful wisdom of Satan. അതുപോലെ ആദാമും അവർ രണ്ടുപേരും സാത്താന്റെ വഞ്ചിക്കുന്നതായ ആ ചതിയ ജ്ഞാനത്താൽ അവർക്ക് വഞ്ചിക്കപ്പെട്ടു പോകുകയാണ്. ஆதாமும் சேர்த்துதான் வஞ்சிக்கப்பட்டான். அவர்கள் சாத்தானுடைய அந்த வஞ்சிக்கிறதான தந்திரத்தினால்தான் அவர்கள் ஏமாற்றப்பட்டார்கள். As long as they obeyed God, they had the glory of God. They had this whole earth as the inheritance and everything else that we heard just now. അനുസരിച്ചിരുന്നത് വരെയും അവർക്ക് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു, ഭൂമിയുടെ മേൽ സകലത്തിന്മേലും അവർക്ക് വാഴ്ച ഉണ്ടായിരുന്നു, മറ്റെല്ലാം നാം ഇപ്പോൾ കേട്ടതുപോലുള്ള എല്ലാം അവർക്കുണ്ടായിരുന്നു. அவர்கள் தேவனுடைய கட்டளைக்கு கீழ்ப்படிந்த காலம் மட்டும் அவர்களுக்கு தேவனுடைய மகிமை இருந்தது, ஆளுகை இருந்தது. நாம் கேட்டது போல எல்லா ஆசீர்வாதங்களும் அவர்களுக்கு இருந்தது. But here, just like the Lord sold the children of Israel to Jabin, king of Canaan, ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തെ കനാന്യ രാജാവായ യാബീന് വിറ്റ് കളഞ്ഞതുപോലെ, ஆனால் இங்கே கர்த்தர் அவர்களை இஸ்ரவேலர்களை கானானிய ராஜாவாகிய யாபீனுக்கு விற்று போட்டது போல now man lost the glory of God. ഇപ്പോൾ മനുഷ്യന് ദൈവ തേജസ് നഷ്ടമായി. மனிதன் தேவனுடைய மகிமையை இழந்து விட்டான். The word sold means the meaning of the word sold is to sell as a merchandise is sold. വിറ്റ് കളഞ്ഞു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തു സാധനം വിൽക്കുന്നത് പോലെ വിറ്റു എന്നാണ്. இங்கே விற்று போடுவது என்று சொன்னால் ஏதோ வணிக பொருளை அதை விற்று போடுவது போல. But here when it says in Judges chapter 4 verse 2, he sold them into the hand of Jabin, king of Canaan. ഇവിടെ ന്യായാധിപന്മാർ 4-2 വാക്യത്തിൽ കനാന്യ രാജാവായ യാബീന്റെ കയ്യിലേക്ക് ഇവരെ വിറ്റ് കളയുന്നു. ஆனால் இங்கே 4-வது அதிகாரம் 2-வது வசனத்திலே கர்த்தர் அவர்களை கானானிய ராஜாவாகிய யாபீன் கையிலே விற்று போட்டார் என்று சொல்லப்படுது. It means to sell them into slavery. Sell them into slavery. അതിന്റെ അർത്ഥം അവരെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് വിറ്റ് കളഞ്ഞു എന്നാണ്. அதன் கருத்து என்னவென்றால் அவர்களை அடிமைத்தனத்துக்காக அவர் விற்று போட்டார். So when Adam and Eve were deceived by the subtlety of Satan and willingly disobeyed God's commandment, ആദാമും ഹവ്വായും സാത്താന്റെ വഞ്ചന കീഴ്പ്പെട്ടുകൊണ്ട് മനഃപൂർവ്വമായി ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസരണക്കേട് കാണിച്ചപ്പോൾ சாத்தானின் தந்திரத்தினால் ஏசிக்கொண்டு ஆதாமும் ஏவாளும் அவர்கள் மனப்பூர்வமாக தேவனுடைய கட்டளைக்கு கீழ்ப்படியாமை காண்பித்த பொழுது they became servants to sin or slaves to sin. അവർ പാപത്തിന്റെ ദാസന്മാരായി അല്ലെങ്കിൽ പാപത്തിന് അടിമകളായി அவர்கள் பாவத்துக்கு ஊழியக்காரர்களாக பாவத்திற்கு அடிமைகளாக மாற்றப்பட்டார்கள். You won't become a servant of sin unless you with your own will you commit that sin. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ആ പാപം ചെയ്യുന്നത് വരെ നിങ്ങൾ പാപത്തിന്റെ അടിമയായി തീരുകയില്ല. நீங்கள் உங்களுடைய சுய மனிதனாலே அந்த பாவம் செய்யாதிருக்க மட்டும் நீங்கள் ஒருபோதும் பாவத்துக்கு அடிமைகளாக மாற மாட்டீர்கள். Canaan, Jabin, king of Canaan, he sold them into the hand of Jabin, king of Canaan. കനാന്യ രാജാവായ യാബീന്റെ കയ്യിലേക്ക് അവരെ വിറ്റ് കളഞ്ഞു. കാനാനിയ രാജാവായ യാബീൻ കയ്യിലെ അവരെ വിറ്റ് പോട്ടാർ. Canaan means a low land. കനാൻ എന്ന പദത്തിന്റെ അർത്ഥം വളരെ താഴ്ന്ന നിലവാരമുള്ള ദേശമെന്നാണ്. കാനാൻ എന്ന പേരിന്റെ അർത്ഥം താഴ്ന്നിടം, താഴ്ന്ന ഇടം എന്ന അർത്ഥം. So it speaks of a very base life. അത് വളരെ നിലവാരം കുറഞ്ഞ ഒരു ജീവിതത്തെ കാണിക്കുന്നു. അതൊരു കീഴ്ത്തരமான வாழ்க்கையை കാണിക്കുന്നു. That is the life man lives today. When he commits sin, he is a slave to sin,
living a very base life. അതാണ് മനുഷ്യൻ ജീവിക്കുന്നതായ ജീവിതം. അവൻ പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ അടിമയായി തീർന്നുകൊണ്ട് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം ചെയ്യുന്നു. அதுதான் மனிதனுடைய வாழ்க்கையின் நிலவரம். அவன் பாவம் செய்து பாவத்துக்கு அடிமையானது நிமித்தமாக இப்பொழுது மிகவும் மோசமான கீழ்த்தரமான வாழ்க்கை செய்கிறான். That's why the Lord Jesus said in John chapter 8 verse 34, John chapter 8 verse 34, whosoever commits sin is a servant, is a slave to sin. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-34 വാക്യത്തിൽ യേശുക്രിസ്തു അരുളി ചെയ്തത്, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു, പാപത്തിന്റെ അടിമയാകുന്നു. അതിനാൽ യോഹന്നാന്റെ സുവിശേഷം 8-34 യേശുവാനவர் எப்படி சொல்கிறார்? பாவம் செய்கிறவனெல்லாம் பாவத்துக்கு தாசனாக இல்லாவிட்டால் பாவத்துக்கு அவன் அடிமையாக இருக்கிறான். When man sinned, the Garden of Eden, God said, the moment you disobey this commandment, you will die. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നത്, നിങ്ങൾ പാപം ചെയ്താൽ, അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾ മരിക്കും. அவர்கள் ஏதேனில் வைத்து பாவம் செய்த பொழுது ஆண்டவர் சொன்னார், நீங்கள் பாவம் செய்து கீழ்ப்படியாமை காண்பிக்கிற நாளிலே நீங்கள் மரிப்பீர்கள். So that was the time they lost the eternal life, but they retained the physical life. ആ സമയമാണ് അവരുടെ നിത്യജീവൻ നഷ്ടമായത്. പക്ഷെ അതേ സമയം അവരുടെ ശാരീരിക ജീവൻ നിലനിന്നു. அந்த வேளையிலே அவர்கள் நித்தியஜீவனை இழந்தாலும் கூட சரீரத்திலே ஜீவன் மீண்டிருந்தது. So when we sin willfully, committing any kind of sin, we will experience a spiritual death. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നാം മനഃപൂർവ്വമായി ഓരോ പാപം ചെയ്യുമ്പോഴൊക്കെ ഒരു ആത്മീയ മരണം നമുക്ക് നേരിടുന്നു. ஒவ்வொரு முறையும் துணிகரமாக பாவம் செய்யும்போதெல்லாம் நமக்குள்ளே ஆவிக்குரிய மரணம் சம்பவிக்கிறது. Firstly, as it says in Ephesians chapter 2, Ephesians chapter 2 verse 1, we at one time were dead in trespasses and sins. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ ഒരു കാലത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. முதலாவதாக எபேசியர் நிருபம் 2-ாம் அதிகாரம் 1-ாம் வசனத்திலே காண்கிறது போல அக்கிரமங்களினாலும் பாவங்களினாலும் மரித்தவர்களாயிருந்த நீங்கள். Then the word of God says also, what is the death like? According to Ephesians chapter 4 verse 17 and 18, we were alienated from the life of God. We were far away or separated from the eternal life of God. ആ മരണ ജീവിതം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 17-18 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അന്യരായി തീരുന്ന അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നു. മരണത്തിലെ തുടരുവതെന്ന് சொல்லும்போது எபேசியர் 4-ാം அதிகாரம் 17-18 வசனங்களில் நாம் பார்க்கும் பொழுது அவர்கள் தேவனுடைய ஜீவனுக்கு அந்நியர்களாக இருக்கிறார்கள். We were walking like other Gentiles. Gentiles means those who are Jews, those who didn't know Christ. We were those who were walking in the vanity of their mind. We thought all we were doing was going to give us satisfaction, but it was the other way. It was only making us to lose our peace, lose our rest, and also it was only bringing sorrow into our lives. നാം ജാതികളെ പോലെ നടക്കുന്നവരായിരുന്നു. ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരല്ലാത്തവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവർ. നാം അവരുടെ ശൂന്യത നിറഞ്ഞ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നാം പല കാര്യങ്ങൾ നമുക്ക് സന്തോഷം ലഭിക്കും എന്ന് കരുതി ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും ആശ്വാസവും നഷ്ടപ്പെടുത്തി നമ്മെ ദൈവത്തിന്റെ നിത്യജീവനിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. நடந்தோம். எப்படி என்றால் யூதர்கள் அல்லாதவர்கள் தான் புறஜாதிக்கார், அதாவது கிறிஸ்துவை அறியாதவர்கள். அவர்கள் தங்கள் வீணான சிந்தையிலே நடந்தார்கள். எப்படி என்றால் தங்களுக்கு விருப்பமான காரியங்களை செய்தபடியினாலே அவர்கள் தங்களுடைய வாழ்க்கையிலே ஆறுதல், சமாதானம், இளைப்பாறுதல் எல்லாம் இழந்தவர்களாக மாறிவிடுகிறார்கள். Here in Ephesians 4 verse 18, here it says, we were living such a life because of the blindness of our heart,
That word blindness also means because of the hardness of our conscience. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത് അവരപ്രകാരം നടന്നതിന് കാരണം അന്ധബുദ്ധികളായി, അല്ലെങ്കിൽ അവരുടെ ഹൃദയം ഇരുണ്ടു പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇരുട്ട് വന്നത് കൊണ്ടാണ്. அவர்கள் புத்தியிலே அഥவா இருதயத்திலே அந்தகாரப்பட்டார்கள் என்று சொல்லும் பொழுது அவர்களுடைய இருதயம் அது பாவத்தினாலே கடினமாக்கப்பட்டதாக இருந்தது. We have no conscience or sensitivity about the wrong things we were doing, that it was wrong. നാം ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതൊരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം മനസ്സാക്ഷിക്ക് ഒരു മൃദുലത നമുക്കുണ്ടായിരുന്നില്ല. நாம் தவறான காரியங்களை செய்யும் பொழுது இது தவறுதான் என்கிறதான குற்ற உணர்வு உண்டாக்குறதான அந்த மனசாட்சி அங்கு இல்லாமல் போகிற அனுபவம். Not only committing sin was the baseline, according to Ephesians chapter 2 verse 2, we continue to live in all kinds of lust of the eyes, lust of the flesh, and pride of life, living that base life more and more. പാപം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നിലവാരമില്ലാത്തതായ ജീവിതം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നാം സകല വിധത്തിലുള്ള മോഹത്തിന് ഇടം കൊടുത്തുകൊണ്ട്, കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപത്തിന് ഇടം കൊടുത്തുകൊണ്ട് ആ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതത്തിൽ തുടർന്നു കൊണ്ടേയിരുന്നു. பாவம் செய்யும் பொழுது கீழ்த்தரமான வாழ்க்கை செய்வது மட்டுமில்லாமல் எபேசிய நிருபம் 2-ாம் அதிகாரம் 2-ாம் வசனத்திலே நாம் நம்முடைய இச்சைகளின்படி ஜீவிக்கும் பொழுது, அதாவது மாம்சத்தின் இச்சை, கண்களின் இச்சை, ஜீவனத்தின் பெருமை, இவைகளை நாம் தொடரும் பொழுது நாம் இந்த கீழ்த்தரமான ஜீவியத்திலே இன்னும் அதிகமாக செய்கிறோம். So the disobedience that was from Adam and Eve was passed on to all the descendants of Adam and Eve, including us. We inherited the disobedience by birth. ആദാമിനും ഹവ്വായിനും ഉണ്ടായിരുന്ന അനുസരണക്കേട് അവരുടെ പിൻതലമുറകളിലേക്കെല്ലാം നമ്മിലേക്ക് ഉൾപ്പെടെ അത് പകരുവാനിടയായി, അത് നമ്മുടെ ജന്മത്തിൽ കൂടെ നമുക്ക് നമ്മിലേക്ക് പകരപ്പെടുവാനിടയായി. ஆதாமுடைய ஏமாளிய அந்த கீழ்ப்படியாமை என்பது தொடர்ந்து அவர்கள் சந்ததிகளுக்குள்ளே வந்தது. அப்படியாக வந்து அது நமக்குள்ளே வந்து அது நம்முடைய ஜனனம் மூலமாக, நம்ம பிறப்பு மூலமாக நமக்குள்ளே அது பகரப்பட்டிருக்கிறது. Again, why am I explaining these things clearly and slowly? എന്തുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായും സാവധാനത്തിലും ഇത് വിശദീകരിക്കുന്നത്? நான் ஏன் இதை மிகவும் தெளிவாகவும் உங்களுக்கு புரிந்து கொள்ளும்படியாகவும் நான் சொல்லிக் கொண்டிருக்கிறேன் என்னவென்றால், just like what happened to the Israelites after the deliverance, they thought, although we are delivered as children of God and sons of God, we may go back to such things if we don't understand this and take warning. എന്തുകൊണ്ട് നാം ഇസ്രായേൽ ജനത്തിന് അവരുടെ വിടുതലിന് ശേഷം സംഭവിച്ചതുപോലെ നാം ദൈവമക്കളും ശുശ്രൂഷകരും എന്ന വിധത്തിൽ വിടുതൽ പ്രാപിച്ചവരെ തന്നെയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകാനിരിക്കേണ്ടതിന് നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. തങ്ങളുടെ வாழ்க்கையில் ഒരു വിടുതலை பெற்று இப்படி സംഭവിച്ചത് പോലെ ஊழியர்களும் விசுவாசிகளுமாகி நாம் அந்த விடுதலை பெற்றவர்கள் என்றாலும் கூட நாமும் அவர்களை போல இப்படி பின்னிட்டு போகாதபடிக்கு எச்சரிக்கையாக இருக்கும்படியாகத்தான் இதை சொல்லுகிறேன். Even Saint Paul, a great saint of God, said he had that same problem in his life. വലിയ വിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസും പറയുകയാണ് തന്റെയും ജീവിതത്തിൽ ഈ സമാനമായ പ്രശ്നം നേരിട്ടിരുന്നു. പരിശുദ്ധവാനായ അപ്പോസ്തലനായ പൗലും തന്റെ வாழ்க்கையிலும் இப்படிப்பட்டதான பிரச்சனைகள் இருந்ததாக ஒத்துக்கொள்கிறார். That you can see in Romans the 7th chapter verse 14. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. റോമർക്കെഴുതിയ നിരുപം 7-ാം അധ്യായം 14-ാം വചനത്തിൽ നാം ഇത് കാണാൻ കഴിയും. Romans 7 verse 14, for we know that the law is spiritual, but I am carnal, sold under sin. റോമാലേഖനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമായ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. 7-ാം അധ്യായം 14-ാം വചനത്തിൽ നമുക്ക് தெரிந்திருக்கிறபடி ന്യായപ്രമാണം ആവിക്കുரியതായി இருக்கிறது, ഞാനോ പാപத்துக்கு கீழாக விற்கப்பட்டு மாம்சத்துக்குரியவனாக இருக்கிறேன். So we see about being carnal, like the example he gave here, we can be carnal in our words, carnal in our actions,
and carnal in our thoughts. അവിടെ താൻ അതിനു മുമ്പ് നൽകിയ ആ ജഡമയൻ എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം നാം വായിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ചിന്തകളിലോ നമുക്ക് ജഡമയന്മാരായി തീരുവാൻ ഇടയുണ്ട്. மாம்சத்துக்குரியவன் சொல்லும் பொழுது அங்கே திருஷ்டாந்தமாக சொல்லியிருக்கிற வண்ணமாக வார்த்தைகளே அவர்களுடைய கிரியைகளே அவர்களுடைய நினைவுகளே மாம்சத்திற்குரியவனாக மாறுகிறான். So he explains that from verse 15 to 18, he explains all that he's doing. He said, it's not I, but sin, that nature of sin, that disobedient nature in me that does it. That is what we read from verse 15 to 18, particularly verse 17. നാം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപമത്രേ, അല്ലെങ്കിൽ പാപ സ്വഭാവം, അനുസരണക്കേടിന്റെ സ്വഭാവം എന്നിൽ വസിക്കുന്നതാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി താൻ പറയുന്നു. 15 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ சொல்லும்போது நான் செய்கிற காரியங்கள் எல்லாமே செய்வது நான் அல்ல, எனக்குள்ளே குடியிருக்கும் பாவம், பாவத்தின் சுபாவம், கீழ்ப்படியாமை என்னும் பாவத்தின் சுபாவம் நாம் செய்கிறது. விசேஷமாக 17ஆம் வசனத்தில் உள்ள காரியத்தை அவர் சொல்கிறார். So Jabin, they were sold to Jabin, king of Canaan. കനാന്യ രാജാവായി യാബീനെ വിറ്റ് കളഞ്ഞതുപോലെ, കാനാന്യ രാജാവായി യാബീനുക്ക് വിറ്റ് പോട്ടതുപോലെ. So Jabin, now we are looking at him as the wise, as the type of Satan with a deceitful wisdom. യാബീനെ ഇപ്പോൾ നാം സാത്താന്റെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ജ്ഞാനമുള്ള സാത്താന് ദൃഷ്ടാന്തമായി കാണുന്നു. യാബീനെ നാം ജ്ഞാനമുള്ളവനായി കാണുമ്പോൾ സാത്താനെ ഏമാറ്റുகிறதான തന്ത്രமான ജ്ഞാനത്തെ നാം കണ്ടു. When I or you give room to disobedience, according to Ephesians 2 verse 2, Satan here is called the Ephesians 2 verse 2, the prince of the power of the air. He can rule over me, he can rule over you. ഞാനോ നിങ്ങളോ എപ്പോഴെങ്കിലും അനുസരണക്കേടിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണെങ്കിൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത് പോലെ സാത്താൻ ഇവിടെ പറയുന്നത് ആകാശത്തിന്റെ അധികാരത്തിന്റെ അധിപതി എന്നാണ് പറയുന്നത്. അവൻ നമ്മൾ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. நானும் நீங்கள் எப்பொழுது கீழ்ப்படியாமையாகிய பாவத்துக்கு இடம் கொடுக்கும் பொழுது அங்கே நாம் சாத்தானை குறித்து காண்கிறோம். அவன் ஆகாயத்து அதிகார பிரபுவாகிய பிசாசு, அவன் என்னையும் உங்களையும் ஆளுகை செய்ய முடியும். You may say, I'm giving all that God is telling me, only this one little thing I'm disobedient. The word of God says you can keep the whole law. If you transgress in one point, you are a disobedient child of God, or a servant of God. അവൻ പറയുകയാണ്, ഈ മുഴുവൻ ലോകവും ഞാൻ നിങ്ങൾക്ക് തരാം, ഈ ചെറിയ ഒരു കാര്യത്തിൽ നീ എന്നെ അനുസരിച്ചാൽ മതി. എന്നാൽ ഞാൻ இப்படியாக சொல்வதோடு நான் தேவனுடைய எல்லா கட்டளைகளுக்கும் கீழ்ப்படுகிறேன், இது ஒரு சிறிய காரியம் தானே என்று சொல்கிறோமே. ஆனால் தேவனுடைய வார்த்தை என்ன சொல்கிறது என்று தெரியுமா? ஒருவன் எல்லா கற்பனைகளிலும் கீழ்ப்படிந்தாலும் அவன் ஒரு காரியத்தை தவறினால் அவன் பாவியாக മാറിവിടുகிறாൻ. നാം പറയുന്നത് ദൈവത്തിന്റെ മുഴുവൻ കൽപ്പനകളും നാം അനുസരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നാണ്. എന്നാൽ ദൈവവചനം പറയുന്നതോ നാം ഒരു ചെറിയ കാര്യത്തിൽ ലംഘിച്ചാൽ മുഴുവൻ ന്യായപ്രമാണവും നമ്മൾ ലംഘിച്ചു എന്നാണ്. That for your reference, you can read in James chapter 2 and verse 10 and 11. James chapter 2 verse 10 and 11. യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമുക്കത് കാണാം. യാക്കോബ് 2-ാം അധ്യായം 10-12 വചനങ്ങൾ அதற்கு ஆதாரமாக நாம் காண முடியும். If you are 100% as much as you know you're obedient to God's word, Satan has no power over such ones. നിങ്ങൾ 100% ദൈവത്തിന്റെ വചനത്തോട് അനുസരണം കാണിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ മേൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. நீங்கள் 100% தேவனுடைய கற்பனைகளுக்கு கீழ்ப்படிந்தால் அப்படிப்பட்டவர்கள் மேல் சாத்தானுக்கு ஒரு விதத்திலும் எந்த விதமான அதிகாரமும் இல்லை. Now coming back to Judges, the 4th chapter, we read he was ruling after them. They were under painful subjection.
നാം ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെ ഭരിച്ചത് നിമിത്തമായിട്ട് അവരെ കഠിനമായി ഞെരുക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ന്യായാധിപതി 4-ാം അധ്യായത്തിൽ നാം തിരുമ്പി വരുമ്പൊഴുது அவனுக்கு கீழ்ப்படிந்திருந்த பொழுது அவர்கள் மிகவும் கொடுமையாக வேதனை உண்டாகத்தக்க விதத்திலே ஒடுக்கப்பட்டார்கள். 20 years verse 3 he mightily oppressed the children of Israel, which means they were under painful subjection. 20 സംവത്സരം ഇസ്രായേൽ ജനത്തെ കഠിനമായി ഞെരുക്കിയത് കൊണ്ട് അവര് വേദനാപരമായി അല്ലെങ്കിൽ വേദന നിറഞ്ഞ അവന്റെ കീഴിൽ അമർന്നു പോയി എന്നാണ് വായിക്കുന്നത്. 20 வருஷம் கொடுமையாக அவர்களை ஒடுக்கினார் என்று சொல்லும் பொழுது அவர்கள் மிகவும் அதிகமான வேதனை சகித்துக் கொண்டு அவனுக்கு கீழ்ப்படிந்திருக்க வேண்டியதாக அவனுக்கு கீழாக இருக்க வேண்டியதாக. One Bible commentator says, and they were also paralyzed with fear. ഒരു ബൈബിൾ വ്യാഖ്യാതാവ് പറയുന്നത് അവര് ഭയം നിമിത്തം തളർന്നു പോയി എന്നാണ്. ഒരു വേദത്തെ വ്യാഖ്യാനിക്കുന്ന ഒരുവർ சொல்கிறார் இவர்கள் பயத்தின் நிமித்தமாக தளர்ந்து சோர்ந்து போனார்களாம். So because of that they came to a place of being hopeless and they were very low in spirit and they didn't have any hope or courage that they will be able to come out. അത് നിമിത്തമായിട്ട് അവർ ആശയറ്റവരാൽ അവർ ആത്മാവിൽ തളർന്നവരാൽ ഇനി ഞങ്ങൾ ഒരിക്കലും പുറത്തു വരുവാനേ കഴിയുകയില്ല എന്ന വിധത്തിൽ നിരാശയിൽ വീഴുവാനിടയാണ്. அப்படியாக அவர்கள் நம்பிக்கையற்றவர்களாக மாறினார்கள். அவர்கள் தங்களுடைய உள்ளத்திலே மிகவும் சோர்வடைந்தார்கள். இந்த நிலவரத்தை விட்டு வெளியே வர முடியும் என்கிறதான அந்த தைரியத்தை இழக்கத்தக்கதான விதத்திலே நம்பிக்கையற்றவர்களாக மாறினார்கள். But thank God, because Jesus died on the cross for us. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ஆனால் ஆண்டவராக இயேசு கிறிஸ்து நமக்காக கல்வாரி சிலுவையிலே மரித்தபடியினாலே anyone here who has come for the first time and sin is oppressing you. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ ആരെങ്കിലും പുതുതായി വന്നവരായി പാപം നിങ്ങളുടെ ജീവിതത്തെ അടിമപ്പെടുത്തുന്നതായി കാണുന്നുവെങ്കിൽ பாவத்தினாலே ஒடுக்கப்பட்டவர்களாக இங்கே புதிதாக வந்தவர்கள் யாராவது இங்கே இருப்பீர்களா? You believe today Jesus took your sins on the cross. He suffered because of your sins so that you should not have to be punished for your sins. യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ ക്രൂശിൽ വഹിച്ചുവെന്നോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കാതിരിക്കേണ്ടതിന് അവൻ ആ ശിക്ഷ ഏറ്റുവാങ്ങി എന്നും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ യേശു உங்களுக்காக சிலுவையிலே மரித்திருக்கிறார். அவர் உங்களுக்காக பாடுபட்டிருக்கிறார். ஆதலால் நீங்கள் செய்ததான பாவங்களுக்குள்ளதான தண்டனைகளை நீங்கள் சுமக்க வேண்டியதில்லை என்று நீங்கள் அறியும்படி accept and admit the sins you have committed for which Jesus had to suffer in your place. നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിമിത്തമായിട്ട് നിങ്ങൾക്ക് പകരമായാണ് യേശു ആ കഷ്ടവും വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിനാൽ உங்களுக்கு பதிலாக இயேசுவானவர் அந்த கல்வாரி சிலுவையிலே பாடுபட்டாரே அதற்கு ஏதுவாக இருந்ததான உங்கள் பாவங்களை எல்லாம் நீங்கள் ஒத்துக்கொள்ளும் பொழுது feel sorry for what Jesus had to go through on your behalf. Confess and turn away from your sins. Confess and forsake your sins. Ask pardon for your sins from Jesus. നിങ്ങൾ നിമിത്തമായി യേശു അനുഭവിക്കേണ്ടി വന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖമുള്ളവരാ. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ വിട്ട് മനം തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നവരായി തീരുവിൻ. உங்கள் நிமித்தமாகத்தான் இயேசுவானவர் இவ்வளவு பாடுகள் அனுபவித்தார் என்றான குற்ற உள்ளவர்களாக உங்கள் பாவங்களை குறித்து நீங்கள் துக்கித்து நீங்கள் அதை குறித்து நீங்கள் அதை அறிக்கையிட்டு உங்கள் வாழ்க்கையிலிருந்து விட்டுவிடும் பொழுது believe Jesus died and rose again. He is Lord. He has all power in heaven and earth. He is God, and accept Him as your Lord and Savior right now. യേശു ക്രിസ്തു കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലും ഭൂമിക്കും സകലത്തിലും അധികാരമുള്ളവനായി ദൈവമായിരിക്കുന്നു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവമായി അവനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ യേശു ഉയർത്തെഴുந்தார். அவரே கர்த்தர். அவர் இதோ உங்களுடைய தேவனாக இருக்கும்படியாக அவர் இன்றைக்கு மரியாதையோடு வீற்றிருக்கிறார் என்று நீங்கள் சொல்லுங்கள். According to Hebrews 2 verse 14 and 15, that Satan was destroyed through Jesus' death on the cross. He has delivered all those
who have believed in his sacrifice on the cross from the fear of death, who was subject to that bondage all their lifetime. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ യേശുക്രിസ്തു തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ ആ പിശാചിനെ നീക്കി, അല്ലെങ്കിൽ പിശാചിനെ നശിപ്പിച്ചിട്ട് മരണഭീതിയാൽ ജീവപര്യന്തം അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവർ നമുക്കാக മരിத்து മരണത്തിന് അധികാരിയായ പിശാചை തമது மரணத்தினாலே அடித்து போட்டு ஜீவகாலமெல்லாம் மரணபயத்தினாலே அடிமைத்தனத்திற்குள்ளானவர்கள் யாவரையும் விடுதலை பண்ணி இருக்கிறார். Jesus then he will come into your life, washing away your sin, destroying that sin, and you will no longer have any more fear. You will no longer be in bondage to the fear of death. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആ പിശാചിനെ നശിപ്പിച്ച് നിങ്ങൾക്ക് ഇനിമേൽ യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ മരണഭയവുമില്ലാതെ ജീവിക്കാൻ ഇടയാകും. വിശ്വാസികളുടെ வாழ்க்கையில் வருகிறது அந்த பிசாசு மரணத்துக்கு அதிகாரியான பிசாசை அவர் அழித்து கொடுக்கிறபடினாலே இனி உங்களுடைய வாழ்க்கையில் நீங்கள் எந்த விதத்திலும் அந்த மரண பயத்துக்கு நீங்கள் அடிமைகளாக இருப்பது. If you do repent of your sins and accept him as Lord and Savior, നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ചുകൊണ്ട് അവനെ നിങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ ഇടയാകും. உங்கள் பாவங்களை குறித்து நீங்கள் மனதிரும்பி நீங்கள் அவருடைய வாழ்க்கையை கர்த்தராக இரட்சகராக ஏற்றுக்கொண்டால் அவர் இப்பொழுது உங்களுடைய வாழ்க்கையை விடுதலை தருவார். He will give you eternal life. You can be united with him. Shall we praise God for such one? അവൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും നിങ്ങൾക്ക് അവനുമായി ഒന്നായി തീരുകയും ചെയ്യാൻ ഇടയാ. അങ്ങനെയുള്ളവർക്കായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. നിത്യജീവനെ തരുവാൻ നിങ്ങൾ അവരോട് ഇണക്കപ്പെടുവീர்கள். அப்படிப்பட்டவர்களுக்காக நாம் ஸ்தோத்திரப்படுவோம். Hallelujah. Thank you, Lord Jesus, Lord our Savior, for saving